95 km/h സുസുക്കി ആക്സസ്. അത് ശരിക്കും വാലന്റീന റോസിയുടെ ഗേൾഫ്രണ്ട് തന്നെ തോന്നുന്നുണ്ടല്ലോ. Good morning guys. Okay, let's go. അപ്പം മച്ചന്മാരെ ഇന്ന് ഡേറ്റ് 6-ാം തീയതി. അതെ, 6-ാം തീയതിയാണ് ഇന്ന് ഡേറ്റ്. ഫെബ്രുവരി 6-ാണ് ഡേറ്റ്. ഇന്ന് രാവിലെ 7:20 അപ്പം അനദർ സൂപ്പർ ഷോർട്ട് റൈഡ്. ഒരു 75 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. വൺ മോർ റൈഡർ, നമ്മളെ ജിജിക്കുട്ടൻ, ട്രൈഡൻറ്റിൻ്റെ ഓണറാണ് ഉള്ളത് കൂടെ. അപ്പം ആദ്യം പോയിട്ട് നമുക്ക് ഫ്യൂൽ ചെയ്യണം, പിന്നെ നമുക്ക് ജിജീനെ മീറ്റ് ചെയ്യണം. അപ്പം ഇനി അവിടുന്ന് കാണാം. ഓക്കെ, നമ്മൾ ജിജി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൈഡിന് പോകാം. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ജിജിയുടെ ഒപ്പം എത്താന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇന്ന് നല്ല 26.5 ഹോഴ്സ് പവർ വേഴ്സസ് അതെത്രയാ 67 or 77 അങ്ങനെന്താണ്. ലെറ്റ്സ് ട്രൈ ടു കീപ്പ് അപ്പ് വിത്ത് ഹിം. അപ്പം നമ്മൾ യശ്വന്ത്പുര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. അത് ബാംഗ്ലൂരിൻ്റെ ഒരു അറ്റത്തുള്ള. ഇവിടെ നിന്ന് ഇനി നമ്മൾ റൈറ്റ് ഡീവിയേഷൻ എടുത്തിട്ട് പോകണം. നമ്മൾ തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. എൻ്റെ പൊന്നെ, ഉള്ള മേലെ ഫ്ലൈ ഓവർ ക്ലോസ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറിൻ്റെ അടുത്തായി. ഞങ്ങളൊരിപ്പോൾ ഒരു അര കിലോമീറ്റർ 1 കിലോമീറ്റർ പാസ് ചെയ്തിട്ടുള്ളൂ. മുടിഞ്ഞ ട്രാഫിക്. 2000 years later. ഒരു ചായ കുടിക്കാൻ ബ്രേക്ക് എടുക്കണം ഞങ്ങൾക്ക്. ചായ എവിടുന്നാ കഴിഞ്ഞിട്ടാ? ഹൈവേന്ന് കുടിക്കണോ ഇവിടെ കുടിച്ചിട്ട് പോകണോ ചായന്ന്? അയ്യോ, പണി പാളി തോന്നുന്നു. മഴ വരുന്നത് പോലെ ഉണ്ട്. എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട മല്ലയ്യ. നമ്മൾ മിക്കവാറും റൈഡ് പകുതി വെച്ച് നിർത്തേണ്ടി വരും തോന്നുന്നു. ദൈവമേ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കുറേ നാളിന് ശേഷം പ്ലാൻ ചെയ്ത റൈഡാ. എല്ലാം നോക്കാം നമുക്ക്. സമയം ഏകദേശം 9:15 നമ്മൾ എത്താറായി. ഏകദേശം 5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. നമ്മൾ കുറച്ചൊരു 2 കിലോമീറ്റർ പോയതിന് ശേഷം ഹൈവേന്ന് റൈറ്റ് ഡീവിയേഷൻ എടുക്കണം. മാപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ എത്താറായി. അപ്പോൾ നമ്മൾ ഹൈവേന്ന് ഡീവിയേഷൻ എടുത്തു കേട്ടോ. ഇനി റെയിൽവേ ക്രോസിങ് നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് പറയും? ഇനി ഒരു 2.5 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ അവിടെ എത്താറായിട്ട്. പക്ഷെ കൊള്ളാലോ. കാണുന്നുണ്ടോ? അതാണ് നമ്മൾ മന്ദാരഗിരി. നമ്മൾ വരുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ? നമ്മൾ വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മന്ദാരഗിരി ഹിൽസ്. മന്ദാരഗിരി ഒരു ടെമ്പിളും ഉണ്ട് അതിൻ്റെ മേലെ. അത് കൺസ്ട്രക്ഷനാണ് തോന്നുന്നു. ഇനി 1 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ എത്താറായിട്ട്. ಎಷ್ಟಣ್ಣ? 2. നമ്മൾ സ്പോട്ടിലെത്തി. ഭയങ്കര ക്രൗഡാണല്ലോ അല്ലേ? ഭയങ്കര ക്രൗഡാണല്ലോ. നമ്മളിവിടെ എത്തി കേട്ടോ. നമ്മളെത്തിയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ പ്രോപ്പർ സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഇതാ കാണുന്നില്ല, അതാ അമ്പലമാണത്. പീകോക്ക് ടെമ്പിളോ, അത് പീകോക്കിൻ്റെ ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു ഷെയ്ഡെല്ലാം കാണുന്നുണ്ട്. അവിടെ നമ്മൾ വരുന്ന വഴിക്ക് പോകും. നമ്മൾ ആദ്യം നേരെ പോണത് ഒരു ട്രക്കിംഗ് സ്പോട്ട് ഉണ്ട്. നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നില്ല? ഇത് കാണുന്നില്ലേ? നമ്മൾ ആദ്യം ആ മല കീഴടക്കിയിട്ട് വരും. അതിന് ശേഷം നമ്മൾ വന്നിട്ട് ടെമ്പിളിലൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യം സംഭവം മേലെ കയറി നോക്കിയിട്ട്, മേലെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, വലിയ സീനൊന്നുമില്ല. എന്താ എഴുതിയെന്ന് ഒരു ഐഡിയ ഇല്ല. കയറാൻ ചെയ്യാ. നമ്മൾ മേലെ എത്തി. 20 മിനിറ്റ്
20 എടുത്തില്ല, 15 മിനിറ്റ്, 10-15 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. ഭയങ്കര കോടയാണ്, അതുകൊണ്ട് ദൂരേക്കൊന്നും നമുക്ക് ഇവിടുന്ന് കാണുന്നില്ല. സോറി, ഔട്ട് ഓഫ് മൈ ബ്രെത്ത്. ചുറ്റും 2 കിലോമീറ്റർ ദൂരേക്ക് കാണുന്നുള്ളൂ, ബാക്കി കംപ്ലീറ്റ് കോടയായിട്ട് മാറിയിരിക്കുവാണേ. നമുക്കിനി ഏറ്റവും മേലേക്ക് പോവാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കിടുകയാട്ടാ. താഴേക്കൊക്കെ ചെറിയ ചെറിയ കുന്നുകളാണ് തോന്നുന്നു. പറയിൽ കാണുന്നില്ലേ, ലൈക്ക് ഫോണിലും ഗോപ്രോയിലൊന്നും കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആകത്തില്ല. ഒന്നാമത് ഭയങ്കര കോടയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കുന്ന് കയറി ഇറങ്ങി അതാ പിറകെ കാണുന്നത്. അതിൻ്റെ മേലെയാണ് ആ നേരത്തെ കണ്ട ഒരു ട്രീയും, ആർട്ടിഫിഷ്യൽ ട്രീയും അമ്പലമൊക്കെ ഉള്ളത്. അത് കയറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുമ്പിലാണ് ലേക്കുള്ളത്. എൻ്റെ തൊട്ടിൽ തന്നെ വേറെ ചെറിയൊരു കുന്നൂടുണ്ട്, അവിടേക്ക് പോകണം. അവിടെ മേ ബി വിൽ ഗെറ്റ് എ പ്രോപ്പർ വ്യൂ. നമ്മളിവിടെ എത്തിയട്ടോ. കുറച്ച് വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ മുമ്പിലാണ് വ്യൂ ഉള്ളതാ. സാധനം കാണുന്നില്ല, നേരിട്ടിനെ ശരിക്കും കാണുന്നില്ല, ഭയങ്കര കോടയായിട്ട്. കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കിയിട്ട് വെയിലൊക്കെ ഒന്ന് താഴെ നോക്കാം. വെയിൽ കൂടുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് പെട്ടെന്ന് ഇറങ്ങും. നമ്മൾ അധികം നേരം നിൽക്കത്തില്ല. അവിടെ നടന്ന് താഴേക്ക് ഇറങ്ങാൻ വഴിയൊക്കെ ഉണ്ട്. ആക്ച്വലി അതിൽ എളുപ്പ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ താഴേക്ക് കുറേ നടക്കാനുണ്ട്. വിശന്നിട്ട് രക്ഷയില്ലല്ലോ, വയറ് കാണുന്നുണ്ട്. ഇറങ്ങി പോകാനാണെങ്കിൽ ആ ലേക്കിൻ്റെ അടുത്ത് വരെ പോകാം, പക്ഷേ ഒരുപാട് നടക്കണം. എനിക്ക് 2 കിലോമീറ്റർ നടക്കണ്ടേ, 1.5 കിലോമീറ്റർ മിനിമം 1.5-2 കിലോമീറ്റർ നടക്കണം. അതുകൊണ്ട് ഞങ്ങൾ ലേക്ക് ദൂരെ നിന്ന് കണ്ടോളൂ. അവിടെ ചെന്നാൽ ലേക്കിന് വെള്ളമല്ലേ ഉള്ളൂ, വേറെ എക്സ്ട്രാ സാധനം. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നില്ല. ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. തിരിച്ചു പോകാം നമുക്ക്. നമ്മൾ കഴിഞ്ഞിട്ടോ മേലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ചുകൂടി നേരത്തെ ഭയങ്കര കോടയായിരുന്നു, ഇപ്പം കോടയൊക്കെ മാറി കുറച്ചുകൂടി വ്യൂ ഒക്കെ വന്നു തുടങ്ങി. എന്നാലും ഇല്ല, അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. ഈ താഴെ എത്തിയിട്ട് താഴെ കാണുന്നതല്ലേ, അതാ ഇവിടെ ഇത് കാണുന്നില്ലേ, ഇത് കാണുന്നില്ലേ, അതാണ് പീകോക്ക് ടെമ്പിൾ. അത് കഴിഞ്ഞ് പീകോക്ക് ടെമ്പിളിൽ പോയിട്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ആലോചിക്കും അടുത്ത പ്ലാൻ എന്താണെന്നുള്ളത്. നമ്മൾ ഉള്ളിൽ കയറിയിട്ടോ. ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പാടില്ല എന്നൊക്കെയാണ് കേട്ടത്, അറിയത്തില്ല. പക്ഷെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു വലിയ സ്റ്റാച്ചു, ഗോമടേശ്വര വിഗ്രഹമാണ് തോന്നുന്നു. അടുത്ത് നമ്മൾ പിറകിൽ കാണുന്നില്ല പീകോക്ക് ടെമ്പിൾ. പീകോക്ക് ടെമ്പിളിൽ കയറിയിട്ട് അവിടെ അതിനകത്ത് മിക്കവാറും ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരിക്കത്തില്ല. നമ്മൾ പുറത്തുനിന്നുള്ള എല്ലാ ചുറ്റുള്ള വ്യൂ ഒക്കെ നോക്കാം നമുക്ക്. ടെമ്പിളിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്നിട്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അതിനകത്ത് ഒന്നുമില്ല കാണാൻ. ഒരു ഡേറ്റ് ഉണ്ട്, പിന്നെ അത് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനിയിപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, നല്ല വെയിലാണ്. അപ്പം തിരിച്ചു പോകാനുള്ള പ്ലാൻ അല്ലേ ജിജിയെ? വേറെ എവിടെ പോകുന്നല്ലോ, നീ തിരിച്ചു പോകാനുള്ള പ്ലാൻ തന്നെ. നമ്മൾ ഇറങ്ങി, ട്രക്കിങ് കഴിഞ്ഞു, പീകോക്ക് ടെമ്പിളിൽ പോയി, പിന്നെ അവിടെയുള്ള ഗോമടേശ്വര സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോയി. ഇനി വേറെ പ്ലാനുകളൊന്നുമില്ല. ഇപ്പം നേരെ ഇനി see you on the road. Bye. നിങ്ങളെ ഫ്രണ്ടിൽ പോണ ആക്റ്റീവയാണ് ആക്സസ് ആണോ? അത് കണ്ടോ, എന്നാ പിടപ്പിക്കലാ പുള്ളിക്കാരി എന്നറിയോ. 90-95 പോണത്. നോക്കാം നമുക്ക് എത്ര സ്പീഡിലാണ് പോണേന്ന്. ദൈവമേ, 110. അപ്പോൾ പുള്ളിക്കാരി പോണ്
എവിടെ നോക്കിയിട്ടാണ് ചേട്ടാ? നമുക്ക് പുള്ളിക്കാരുടെ കൂടെ പോയി നോക്കാം. പുള്ളിക്കാരുടെ സ്പീഡ്, ക്രൂസിങ് സ്പീഡ് നോക്കാം. നമുക്ക് 85. ആക്സിലേറ്റർ റിങ്ങിൽ പിടിച്ചേക്കുവാ. 90 90 95 95 km/h Suzuki Access. Great man. അത് ശരിക്കും വാലന്റീന റോസിയുടെ ഗേൾഫ്രണ്ട് തന്നെ തോന്നുന്നുണ്ടല്ലോ. ലെറ്റ്സ് ഗോ.